ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ homegrown recipes. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഈദ് സ്പെഷ്യലായിട്ടാണ്. ഈദ് മാത്രമല്ല എല്ലാ ഒക്കേഷനിലും നമ്മൾക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പി ആയിട്ടാണ്. അതും കൂടാണ്ട് ഗസ്റ്റൊക്കെ വന്നെങ്കിൽ നമ്മൾക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി. അപ്പോൾ ഇത് നമ്മൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണാം. അപ്പോൾ ഇതൊരു സിമ്പിൾ പുഡിംഗ് റെസിപ്പിയാണ്. ആദ്യം നമ്മൾ ഒരു കപ്പ് പാലെടുത്ത്, അതായത് നല്ലവണ്ണം തിളപ്പിച്ച് ഫ്രിഡ്ജിൽ വെച്ച പാലാണ്. അപ്പോൾ അതിലേക്ക് എന്നിട്ടൊരു 2 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് ഒഴിച്ച് നല്ല പോലെ ഒന്ന് ഇളക്കാം. എന്നിട്ട് ഈ ഒരു മിക്സിനെ നമ്മൾ സൈഡിലോട്ട് മാറ്റി വെക്കാം. എന്നിട്ട് നമ്മൾ ബ്രെഡിൻ്റെ സൈഡൊക്കെ ഒന്ന് കളയാം. അപ്പോൾ ഞാനിവിടെ ഒരു പാക്കറ്റ് ബ്രെഡാണ് ഉപയോഗിച്ചത്. അപ്പോൾ ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ടാക്കി വെക്കാം. അപ്പോൾ സൈഡൊക്കെ കട്ടാക്കി വെച്ചതിന് ശേഷം നമ്മൾ ഉണ്ടാക്കിയ പാലും മിൽക്ക് മെയ്ഡ് മിക്സില്ലേ, അതിലേക്ക് നമ്മൾ ബ്രെഡിനെ ഒന്ന് മുക്കി നമ്മൾ പുഡിംഗ് ട്രേയിലേക്കൊന്ന് വെച്ച് കൊടുക്കാം. അതിൻ്റെ ബോട്ടമിൽ ലെയറായിട്ട് നമ്മൾ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ എല്ലാ ബ്രെഡിനെയും ഇതിലേക്ക് മുക്കി ഒന്ന് വെക്കാം. അപ്പോൾ ഇത് നല്ലവണ്ണം സെറ്റായിട്ടുണ്ട്. ബോട്ടം ലെയറൊക്കെ നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ 1.5 കപ്പ് വിപ്പിംഗ് ക്രീം എടുക്കാം. അപ്പോൾ ഞാനിവിടെ അമൂൽ വിപ്പിംഗ് ക്രീമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിനെ നമ്മൾ നല്ല പോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ സാധാരണ കേക്ക് ഉണ്ടാക്കുന്ന പോലെ നല്ല പീക്ക് ആവണമെന്നില്ല, ഇതുപോലെ ഒരു ഫൈനായിട്ടുള്ള കൺസിസ്റ്റൻസി മതി. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കിയ ഈ വിപ്പിംഗ് ക്രീം ബ്രെഡിൻ്റെ മുകളിലായി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ വിപ്പിംഗ് ക്രീമിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പൊടിച്ച് വെച്ച പഞ്ചസാര ആഡ് ചെയ്യാം. സംഭവം ഞാൻ ഈ ഒരു ലെയർ മാത്രമാണ് ഉണ്ടാക്കാൻ തീരുമാനിച്ചിട്ടുണ്ടായത്. അപ്പോൾ ബ്രെഡ് ബാക്കി വന്നതുകൊണ്ട് ഞാൻ അതിനെ ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുത്ത്. അപ്പോൾ ആ പാലും മിൽക്ക് മെയ്ഡുള്ള മിക്സിലേക്ക് വീണ്ടും ഒന്ന് മുക്കി ഞാൻ ബ്രെഡ് ഇതിൻ്റെ മുകളിലായി ഒന്ന് വെച്ചു. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ലെയർ തന്നെ ചെയ്യാം, ഇല്ലെങ്കിൽ എന്നൊരു ലെയർ കംപ്ലീറ്റ് ആയിട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. അതായത് ബ്രെഡ് മുഴുവനായി വെച്ചിട്ട് എന്നൊരു ലെയർ വേണമെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാം. എന്നിട്ട് വീണ്ടും നമ്മൾ ബീറ്റ് ചെയ്ത ഈ വിപ്പിംഗ് ക്രീം ഇതിൻ്റെ മുകളിലായി വീണ്ടും ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ബ്രെഡിനൊക്കെ നന്നായി കവർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നന്നായി കവറായിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് നട്ട്സും മിൽക്ക് മെയ്ഡും ഒന്ന് ടോപ്പിംഗായി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ടോപ്പിങ്സ് ഒക്കെ ചെയ്തതിന് ശേഷം ഇതിന് ഒരു 3-4 മണിക്കൂർ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കാം. അപ്പോൾ നമ്മൾ പുഡിങ് സെറ്റായി കിട്ടും. അപ്പോൾ ഇതൊരു 4 മണിക്കൂർ ഫ്രീസ് ചെയ്ത ശേഷം നമ്മളിതൊന്ന് സെർവ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വെറും മെയിനായിട്ട് 4 ഇൻഗ്രീഡിയൻസാണ് ഈ ഒരു പുഡിങ്ങിന് നമ്മൾ യൂസ് ചെയ്തത്.
അപ്പോൾ ഇത്രയും സിമ്പിളായിട്ടുള്ള ഈ ഒരു റെസിപ്പി നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾ ഇതിന് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഒരു 4 മണിക്കൂർ എന്തായാലും ഫ്രീസ് ചെയ്തിട്ടേ ഇത് കഴിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുവാണെങ്കിൽ ആ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതിനോടൊപ്പം കാണുന്ന ബെല്ലൈക്കണും ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ അതിന് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾക്ക് ഇനി പുതിയ റെസിപ്പിയുമായി വീണ്ടും കാണാം. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങളെല്ലാവരും ഒന്ന് ഇതിന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്